സോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം മെട്രിക്സിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കറിയാം 17-ാം തീയതിയാണ് എക്സാം. അപ്പം അത്രയും വലിയ ബേസിക്സിലോട്ടൊക്കെ കടന്ന് പഠിപ്പിക്കാനുള്ള സമയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി എടുത്തേക്കാം. എന്ത് പറയുന്നു? അപ്പോൾ വീഡിയോയിലോട്ട് പോയേക്കാം. റൂൾസ് ഫോർ എലമെൻ്ററി ഓപ്പറേഷൻസ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സംഭവമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് റൂൾസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ റൂള് എന്താണ്? ഇൻ്റർചേഞ്ചബിലിറ്റി. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ റോവിനെയും സി എന്ന് ഉദ്ദേശിക്കുന്ന കോളത്തെയാണ്. അപ്പം ഞാനൊരു മെട്രിക്സ് എഴുതുവാണ്. 2, 3, 4, 5 ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതുവാണ് ഞാൻ. അപ്പോൾ ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് റോയാണ്, ഇത് കോളമാണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതൊന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം. ഇതൊന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ. സംശയമില്ലല്ലോ? ഇല്ല. അപ്പം നമുക്കിതിൻ്റെ ഇൻ്റർചേഞ്ചബിലിറ്റി എന്താണെന്ന് നോക്കാം. ഞാൻ എഴുതുവാണ് R1 ഇൻ്റർചേഞ്ച് R2. ഇങ്ങനൊരു എലമെൻ്ററി ഓപ്പറേഷൻ ഞാൻ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? R1ൻ്റെ സ്ഥാനത്ത് R2 പോകണം, R2ൻ്റെ സ്ഥാനത്ത് R1 പോകണം എന്നാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇതാണല്ലോ R2 R1ലോട്ട് പോകും. 4, 5. R1 ഇതല്ലേ, R2ലോട്ട് പോകും. 2, 3. ഇത്രയേ ഉള്ളൂ ഇൻ്റർചേഞ്ചബിലിറ്റി. കോളത്തിൻ്റെ കേസിൽ പറയുവാണെങ്കിലോ, ഇതാണല്ലോ കോളം. ഞാൻ എഴുതുന്നു C1 ഇൻ്റർചേഞ്ച് ടു C2. അതായത് C2 C1ലോട്ടും പോകും, C1 C2ലോട്ടും പോകും. ഈ ആരോ മാർക്ക് ശ്രദ്ധിക്ക്. സെറ്റല്ലേ? 3, 5, 2, 4. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത റൂളിലോട്ട് പോയാലോ? റൂൾ നമ്പർ 2, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ നോൺ സീറോ നമ്പർ. എന്താണ് ഈ നോൺ സീറോ നമ്പർ? നമുക്കപ്പം ഇതേ മെട്രിക്സ് തന്നെ അങ്ങ് എടുത്തേക്കാം. ഞാനിപ്പോൾ തൽക്കാലം R1ലാണ് ചെയ്യുന്നത്. R1ൽ ഞാൻ ചെയ്യുമ്പം R1ന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത്? R1ൻ്റെ കൂടെ ഞാൻ 4 എന്ന് പറഞ്ഞ ഒരു നോൺ സീറോ ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ R2 എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് ഇവിടെ R2 എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? R1ന് 4R1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് R2 എഴുതാം. കാരണം R2ന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. R1ന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത്? സോറി R1 എന്ന് പറയുമ്പോൾ റോ ആണല്ലോ. എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം R2 നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. 4, 5. ഈ R1ന് എന്ത് സംഭവിക്കുന്നു? 4R1 മാറുന്നു. R1ൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 4 × 2 8 വരും. ഇവിടെയോ R1ൻ്റെ സ്ഥാനത്ത് 3 വരും. 4 × 3 12. അപ്പോൾ ആ റൂള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാനങ്ങ് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? റൂൾ നമ്പർ 3ലോട്ട് കിടക്കാം. റൂൾ നമ്പർ 3 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഈ റൂൾ നമ്പർ 1ഉം റൂൾ നമ്പർ 2ഉം പ്ലസ് ചെയ്തെഴുതുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ഞാൻ R1 goes to R2. ഇതെന്ന് പറയുമ്പോൾ 4R1. അപ്പം ഞാൻ മെട്രിക്സ് അങ്ങ് എഴുതിയേക്കുക. ഈ സാധനം തന്നെ എഴുതിയേ. ഇനി ഞാൻ ചേഞ്ച് ചെയ്യുന്നു. R1 gives. ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ട് അങ്ങ് എഴുതിയേക്കാം. എന്ത് ചെയ്യാം? R2
R2 പ്ലസ് ഇവിടെ R1 കേസ് എഴുതി, ഞാൻ ഇവിടെ R2 ആയതുകൊണ്ട് R2 പ്ലസ് 4R1 ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എലമെൻ്ററി ഓപ്പറേഷൻ എഴുതുന്നു. ഓക്കെ, ഈ ഇക്വേഷൻ വലിയ പ്രസക്തിയില്ല, ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഇവിടെ എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ R1 മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ R2 നമുക്ക് ധൈര്യമായിട്ട് എഴുതിയേക്കാം. 4 5 R1 എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത്? R2 പ്ലസ് 4R1. 4R1 എന്ന് പറയുമ്പോൾ 4 × 2 8, 8 പ്ലസ് 4 12. ആ 12 ഞാൻ ഇവിടെ അങ്ങ് എഴുതി. ഇനി അടുത്ത കോളം, അടുത്തത് നോക്കാം. കോളം R2ൻ്റെ സ്ഥാനത്ത് 3 വരും. അല്ല, R2ൻ്റെ സ്ഥാനത്ത് 5 വരും. R1ൻ്റെ സ്ഥാനത്ത് 3 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് 17 കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 3 റൂള്. ഈ റൂള് വെച്ച് നിങ്ങൾക്ക് എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വെച്ചോ? എലമെൻ്ററി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മെട്രിക്സ് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കെന്നാ ഇച്ചിരി അഡ്വാൻസോട്ട് കടന്നാലോ? കടന്നേക്കാം. ബി പാർട്ടിലും സി പാർട്ടിലൊക്കെ ചോദിക്കേണ്ട സാധനമാണ് കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ച്. നോർമൽ ഫോം വെച്ച് റാങ്ക് കണ്ടുപിടിക്കാൻ പോവാണ്. മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ പോവാണ് നോർമൽ ഫോം വെച്ച്. അപ്പോൾ ചോദിക്കും, അല്ല ഈ നോർമൽ ഫോം വെച്ച് മാത്രമേ ഈ റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? അല്ല, റോ കാനോണിക്കൽ ഫോം വെച്ച് കണ്ടുപിടിക്കാം, ഇതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ എളുപ്പം നോക്കിയിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യനകത്ത് എന്നാ പറയുന്നത്, നിങ്ങൾ നോർമൽ ഫോമിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഫോമിൽ തന്നെ കണ്ടുപിടിക്കണമല്ലോ. അപ്പം നമ്മൾ 2 മെത്തേഡും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് പഠിച്ചേക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് തരുന്നതെന്ന് വിചാരിച്ചോ. അപ്പം നമുക്കിതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം നോർമൽ ഫോം വെച്ച്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെത്തേഡ് ഞാൻ സിമ്പിളായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആദ്യത്തെ എലമെൻറ്റിലെ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് അത് 1 ആക്കണം. 1 ആയിട്ട് കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അല്ലെങ്കിൽ നമ്മളിതിനെ 1 ആക്കണം. ഇതിനെ ഇപ്പോൾ 1 ആക്കണമല്ലോ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ 1 ആക്കി. ഇനി ഈ എലമെൻറ്റിൻ്റെ റോയും കോളവും 0 ആക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ 0 0 0, ഇവിടെയും 0 0 0 എന്നാക്കി. ഇനി രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെൻ്റ് എടുക്കുക. രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെൻ്റ് എടുക്കുക. ഇവിടെ ഈ എലമെൻ്റിന് 1 ആക്കണം. ഇത് 1 അല്ല, -1 ആണ്. ഇതിനെ നമ്മൾ 1 ആക്കണം. ഓക്കെ, ഇതിനെ 1 ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഞാൻ 1 ആക്കി. ഇതിൻ്റെ റോയും കോളവും 0 ആക്കുക. 0 ആക്കി. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത 3-ാമത്തെ റോയിലെ 3-ാമത്തെ എലമെൻ്റ് എടുക്കുക. അതിൻ്റെ സെയിം റോയും സെയിം കോളവും 0 0 ആക്കുക. ആക്കി. ഇനി അടുത്ത 4-ാമത്തെ റോയിലെ 4-ാമത്തെ എലമെൻ്റ് 1 ആക്കുക. 1 ആക്കി. ഓക്കെ, ഇനി ഇവിടെ എത്ര 1 ഉണ്ടെന്ന് നോക്കണം. അതായത് നമ്മളിവിടെ എത്ര സബ് മെട്രിക്സ് ഉണ്ടെന്ന് നോക്കണം. സ്ക്വയർ സബ് മെട്രിക്സ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4 എഴുതാം. I4 0 0 0. ഈ I4 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്നാ പറയുന്നത്, ഡയഗണലി 1 ഉണ്ടായിരിക്കണം, ബാക്കിയെല്ലാം 0 ആയിട്ട് കിടക്കണം. അത്രേ ഉള്ളൂ. ഇത് 2x2 മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. 3x3 വരുമ്പം 1 0 0 0 1 0 0 0 1.
അങ്ങനെ പോകുന്നതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇവിടെ 2 ഉള്ളൂ, അപ്പോൾ എന്താ I2 എന്ന് വരും. ഇവിടെ എത്ര 3 സോ I3 വരും. ഇവിടെ എന്ന് പറയുമ്പോൾ 4 അങ്ങനെ. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി. അപ്പം നിങ്ങൾ ചോദിക്കും, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനെ എങ്ങനെ എഴുതി? അതാണ് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ എലമെൻ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കാൻ. ഇവിടെ എലമെൻ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്യുമ്പം ഇതിനെ 1 ആക്കിയിട്ടുണ്ടെങ്കിൽ സെയിം ഓപ്പറേഷൻ നമ്മൾ ഈ ഒരു റോയിലും ഈ ഒരു കോളത്തിലും ഈ ഒരു റോയിലും നമ്മൾ ത്രൂ ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ്. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് കാണിച്ചേക്കാം. അപ്പം അതെ, നമ്മളിതിനെ 1 ആക്കാൻ പോവുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ റൂൾസാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഇൻ്റർചേഞ്ചബിലിറ്റി പഠിച്ചു, നോൺ സീറോ ഡിജിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു, എന്നിട്ട് അതിൻ്റെ അഡീഷനും പഠിച്ചു. അപ്പം നമുക്ക് ആദ്യത്തെ റൂള് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞ റൂള്. ഈ റോയിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടാലോ? അപ്പോൾ ഇതൊരു 1 അല്ലേ, ഈ 1 ഇങ്ങോട്ട് പൊക്കോളും. ഇട്ടേക്കാം. നമുക്ക് ഇവിടെ നിന്ന് എഴുതിയേക്കാം കേട്ടോ. R1 ഇൻ്റർചേഞ്ച്ഡ് R2. R1ഉം R2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റുന്നത്, ഇവിടെ ഒന്നും മാറ്റമില്ലല്ലോ, ഇതുപോലെ തന്നെ എഴുതി. ഇനി മാറ്റമുള്ളത് ഇതിന് 2 അല്ലേ, മാറ്റി എഴുതിയേക്കാം. ഇതാണ് നമ്മൾ ചെയ്ത സംഭവം. അപ്പോൾ ഇതിനെ നമ്മൾ 1 ആക്കി കളഞ്ഞു. ഇനി ഇതിനെ എല്ലാത്തിനും 0 ആക്കണം, ഇതിനെയും 0 ആക്കണം. ഞാനപ്പോൾ ഈ ഗോളത്തെ അങ്ങോട്ട് 0 ആക്കാൻ പോവുകയാണ് കേട്ടോ. ഏതൊക്കെ കോളത്തിലല്ല, ഈ ഒരു കോളമല്ലേ. ഞാനപ്പോൾ ഈ ഒരു കോളം അങ്ങ് 0 ആക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഈ റോയെ ഏതൊക്കെ റോയ്കളാണ് നമ്മൾ 0 ആക്കുന്നത്? R2ന് ചേഞ്ച് വരുത്തുന്നുണ്ട്, R3ക്ക് ചേഞ്ച് വരുത്തുന്നുണ്ട്, R4നും ചേഞ്ച് വരുത്തുന്നുണ്ട്. മൈനസ്. അപ്പം ചോദിക്കും, അല്ല നമ്മൾ നേരത്തെ അഡീഷൻ അല്ലേ പറഞ്ഞത്, എങ്ങനെയാണ് മൈനസ് വന്നത്? അപ്പോൾ നമുക്ക് ആ റൂളിലോട്ടൊന്ന് പോയേക്കാം. ഇവിടെയാണല്ലോ ആ റൂള്. ഞാനിവിടെ ഈ 4 +4 മാത്രമല്ല -4 ആകാം. കാരണം നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടു. ഞാനിവിടെ -4 ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റ് എന്താകും? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം, ആ ഒരു സെൻസ്. അങ്ങനെ നമുക്ക് എഴുതുവാണെങ്കിൽ R2 - 4R1 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതിയാലോ. R2 ഇതിനെ 0 ആക്കണം. 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ വാല്യൂം ഇവിടുത്തെ വാല്യൂവും സെയിം ആയിരിക്കണം. ഇവിടെ എഴുതുമ്പം 2ൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അതായത് അറിയാലോ, ആ റൂളിനകത്ത് പറഞ്ഞ പോലെ തന്നെ 2R1 എന്ന് ഞാൻ എഴുതുവാണ്. 2R1. ഓക്കെ, അതുപോലെ ഇവിടെ 3R1, ഇവിടെ 4R1. ഇതാണ് R2നും R3ക്കും R4നും വന്ന ചേഞ്ച്. ഒന്ന് നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ എങ്ങനെ കിട്ടുമെന്ന്. ഇത് 0 തന്നെ കിട്ടുമോയെന്ന്. ഞാനപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. കാരണം എന്താണ്, നമ്മൾ ഈ റോയിലാണ് ഇവിടെ ഓരോരുത്തരും ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കോളത്തിനെ 0 ആക്കണം, ഇതിനെല്ലാത്തിനും 0 ആക്കണം. നമുക്കപ്പോൾ ഈ കോളത്തെ നമുക്കൊന്ന് ചെയ്താലോ. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്യണം നോക്കാം. ഇതിനെ 0 ആക്കണം, ഈ ഒരു റോയിന്. -1 ആണിത്. ഇതിനെ 0 ആക്കാൻ എന്ത് ചെയ്യണം? +1 ചെയ്താൽ മതി. ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കാം?
C1-നാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. C1-ന് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? C1 അല്ല C1 അല്ല കേട്ടോ, C2, കാരണം ഇത് C2 ആണല്ലോ. C2-ന് C2 പ്ലസ് C1. അപ്പം ചോദിക്കും, എടോ C2 പ്ലസ് C1 എന്ന് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റൂളിൽ ഒരു നോൺ സീറോ നമ്പർ വേണം. അപ്പം ഞാൻ പറയുവാണ്, നോൺ സീറോ നമ്പർ ഉണ്ട്. ഇവിടെ 1 എന്ന് പറഞ്ഞൊരു സാധനം ഹൈഡായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇനി C3-നെ ചെയ്യാം. C3-നെ എന്ത് സംഭവിക്കുന്നു? C3 പ്ലസ് ഇവിടെ -2 ആണ്. -2-നെ +2 കൊണ്ട് ചെയ്താലേ 0 ആവത്തുള്ളൂ. സോ +2 C1, കാരണം ഇവിടെ 1 ആണല്ലോ. ഇനി അടുത്തത് C4-നെ ചെയ്ത് നോക്കിയാൽ, C4-നെ ചെയ്യുമ്പം C4 ചേഞ്ചസ് ടു C4 പ്ലസ് 4C1. ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ. ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല, അത് തന്നെ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഏത് ഇവിടെ C1 എന്ന് പറയുന്ന സാധനം ഇവിടെയൊക്കെ 0 ആണ്. അപ്പോൾ ഈ ടേംസ് 0 ആയി പൊക്കോളും. അപ്പം C1 C2 സെയിം താൻ തന്നെയാണ്, നോ ചേഞ്ച് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്പറേഷനോട്ട് കിടക്കാം. ഈ 5-നെ നമുക്ക് 1 ആക്കണം. ബാക്കി എല്ലാത്തിനെ അല്ല, ഈ 5-ൻ്റെ അതേ റോവിനെ കോളത്തെയും 0 ആക്കണം. റോയിനെയും കോളത്തിനെയും 0 ആക്കണം. ഇത് 1 ആക്കിയിട്ട് ചെയ്ത് നോക്കിയേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 9 ഈ ഒരു സാധനത്തെ 0 ആക്കിയാലോ? അങ്ങനെയാകാം, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നോക്കാം. ഈ 9 അല്ല ഈ 5ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടും. 9-ൽ നിന്ന് 9 പോയാൽ 0 കിട്ടും. അതുപോലെ 9ഉം 3ഉം 12ആണ്. 12-ൽ നിന്ന് 12 പോയാൽ ഇത് 0 കിട്ടും. അതുപോലെയൊക്കെ തന്നെ. അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതിയേക്കാം, നമ്മുടെ സ്ഥിരം പരിപാടി. R4 ഗീവ്സ്, R4-നാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. R4 ഈസ് ഈക്വൽ ടു R4-ൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? R3 കുറയ്ക്കണം, R5 കുറയ്ക്കണം അല്ലേ? അതെ, കുറച്ചേക്കാം. ഈക്വേഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 0 ആയി പോകും. ഓക്കെ ആണല്ലോ, സംശയമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടി അപ്പോൾ നമുക്ക് കിട്ടും ടണ്ടടായ്. അപ്പോൾ നമുക്കത് ഈ ഒരു റോയും 0 ആയി പോയി. നമുക്ക് ഈ 5-നെ ഒന്ന് 1 ആക്കണമല്ലോ. അപ്പോൾ 1 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തമ്മിൽ അങ്ങ് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതിയാലോ? എഴുതിയേക്കാം. R2 അല്ലേ ഇത്? 1 2 R2 ഗീവ്സ് R2 മൈനസ് R3. അപ്പം അങ്ങനെ ചെയ്ത് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കത് ഇപ്പോൾ അത് ഇത്രയും വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാത്തിനും നമ്മൾ 0 ആക്കി, ഇവിടെ 1 വെച്ചു, ഇവിടെ നമ്മൾ 1 ആക്കി, ലാസ്റ്റിന് 0 ആയി, ഇതും 0 ആണ്. നമുക്കിനി ഇതിനെയും കൂടെ 0 ആക്കണം, ഈ 4-നെയും കൂടെ ആക്കിയേക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ കറക്റ്റായിട്ട് കിട്ടി. എന്ത് സംഭവിക്കും? R3-ക്കാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. R3-ക്ക് എന്ത് സംഭവിക്കും? R3 മൈനസ് 4R1. ഏത് നിങ്ങൾക്ക് കത്തി ആ സംഭവം. അപ്പം നേരെ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് വാല്യൂസ് എഴുതാം. അപ്പോൾ നമ്മളിത് ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കോളത്തെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് 0 ആക്കണം, ഇതിനെയും 0 ആക്കണം. അപ്പോൾ നമുക്ക് ആക്കിയേക്കാം. C2-നാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. C2 അല്ലല്ലോ, 1 2 3 ഇങ്ങനെയാണല്ലേ നോക്കുന്നത്. അപ്പോൾ C3-ക്കാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. C3 ഈസ് ഈക്വൽ ടു
C3 ഇത് മൈനസ് ആണല്ലോ, അപ്പം ഇതിനെ 0 ആക്കാൻ +6 ചെയ്താൽ മതി. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇക്വേഷൻ +6 C1 C2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. C4നെ നമ്മൾക്കിപ്പോൾ 0 ആക്കണം. C4 എന്ന് പറയുമ്പോൾ ഇവിടെ -3 ആണ്. C4 എഴുതി. ഇതിനെ +3 ചെയ്താലല്ലേ ഇത് 0 ആവത്തുള്ളൂ. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എഴുതുമ്പം +3C2. അപ്പോൾ നമുക്കത് ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇതിനെ നമുക്ക് 1 ആക്കണം. ഏത്? തേർഡ് റോയിലെ തേർഡ് എലമെൻറ്റ് 1 ആക്കണം. സോ നമുക്കിതിനെ 1 ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? 33 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താലോ? ചെയ്തേക്കാം. കുളത്തിനല്ലേ ചേഞ്ച് വരുന്നത്, കുളത്ത് ചെയ്തേക്കാം. അപ്പം C3 ഗീവ്സ് 1/33 ടൈംസ് C3. രണ്ടാമത്തെ റൂള് ഏത്? നോൺ സീറോ നമ്പർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ 1 ആയിട്ട് കിട്ടും. ഇതെല്ലാം 0 ആയതുകൊണ്ട് നമുക്ക് 0 കിട്ടത്തുള്ളൂ ഇവിടെ ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇത്രയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 0 ആക്കണം. 0 ആക്കാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഇത്രയും ചെയ്തതല്ലേ. അപ്പം C4നാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. C4 ഗീവ്സ് C4ന് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നത്? ഇതിനെ നമുക്ക് 0 ആക്കണം. C4ന് ഇത് 22 ആണല്ലോ, 22 - 22 എന്നുള്ള എഫക്റ്റ് ഇവിടെ വരുത്തണം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ -22C3. ഓക്കെ. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. അപ്പം നിങ്ങൾക്ക് കിട്ടും കിടക്കുന്നു ഇങ്ങനെ കിട്ടും. നമുക്കപ്പോൾ ഇത്രയും സാധനം 0 ആയി പോയി. അതിനർത്ഥം നമുക്ക് ഇതങ്ങ് അവോയ്ഡ് ചെയ്യാം. ഏത്? ഇതും 0 ആണ്, ഇതും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര 1 ഉണ്ട്? 1 2 3. അപ്പോൾ നമുക്ക് ഇതിനെ =I3 0 0 0 എന്ന് എഴുതാം. അപ്പം എ എന്ന ഈ മെട്രിക്സിൻ്റെ റാങ്ക് 3 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. റാങ്ക് ഓഫ് എ =3. സഭാഷ്. അപ്പോൾ നമ്മളെ കണ്ടുപിടിച്ച ഈ സംഭവമാണ് നോർമൽ ഫോം. ഓക്കെ, ആ കാര്യം നോട്ട് ചെയ്യുക.